എല്ലാവർക്കും നമസ്കാരം. ശ്രീമാൻ ശ്രീമതി ഫാമിലി വ്ളോഗിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ അബാക്കസ് ട്രെയിനിങ് കിട്ടിയ കുട്ടികളുടെ വിവിധ തരത്തിലുള്ള പ്രകടനങ്ങൾ നമ്മൾ കണ്ടു. അവരുടെ കമ്പ്യൂട്ടറിനെ വെല്ലുന്ന സ്പീഡിൽ കണക്കുകൂട്ടലുകൾ നമ്മൾ കണ്ടു. ഇന്ന് നമ്മൾ അതിന്റെ സെക്കൻഡ് പാർട്ടാണ് കാണാൻ പോകുന്നത്. SMA അബാക്കസിന്റെ ആനുവൽ ടാലന്റ് കോൺടെസ്റ്റ് ഏകദേശം 10,000 കുട്ടികളെ ഉൾപ്പെടുത്തിക്കൊണ്ട് നടത്തിയ പരിപാടി വളരെ മെറ്റിക്കുലസ് ആയിട്ട് അവർ നടത്തിയതായിട്ടാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ഏകദേശം കേരളത്തിനുള്ളിലും കേരളത്തിന് പുറത്തും ഇന്റർനാഷണൽ ലെവലിലും ഒക്കെ ഏകദേശം 800-ലധികം ട്രെയിനിങ് സെന്ററുകളിൽ നിന്ന് വന്ന കുട്ടികളുടെ വിവിധ തരത്തിലുള്ള പരിപാടികളും കോൺടെസ്റ്റും ഒക്കെയാണ് ഇവിടെ നടന്നത്. അബാക്കസിൽ വൈദഗ്ധ്യം നേടിയ കുട്ടികളുടെ മെമ്മറി ചാലഞ്ച്, അതുപോലെ 600 വർഷത്തെ കലണ്ടർ ബൈഹാർട്ടാക്കിയ ഒരു കുട്ടിയുടെ പ്രകടനം, അങ്ങനെ ഉദ്വേഗജനകമായ അനേകം പ്രകടനങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു വീഡിയോയാണ് ഈ സെക്കൻഡ് പാർട്ടിൽ ഉള്ളത്. അപ്പോൾ നമുക്ക് ഓടി സെക്കൻഡ് പാർട്ടിലോട്ട് അങ്ങ് ചെന്നാലോ? ഒരു മെമ്മറി കോൺടെസ്റ്റ് ആണ് ഇനി ഇവിടെ നടക്കാനായിട്ട് പോകുന്നത്. സദസ്സിലിരിക്കുന്ന കുട്ടികൾ വിളിച്ചു പറയുന്ന ഒരു 20 ഒബ്ജക്റ്റുകൾ സീരിയൽ നമ്പർ വൈസിൽ മാസ്റ്റർ അവിടെ ബോർഡിൽ എഴുതുന്നു. അങ്ങനെ എഴുതിയതിന് ശേഷം മാസ്റ്റർ ഈ കുട്ടികളെ ആ 20 ഒബ്ജക്റ്റുകൾ വായിച്ച് കേൾപ്പിക്കുന്നു. നമ്പർ 3 ബോൾ, നമ്പർ 4 വാച്ച്. അതിനുശേഷം കുട്ടികൾ ഈ ഒബ്ജക്റ്റുകൾ ആ സീരിയൽ നമ്പർ വൈസ് ബോർഡിൽ നോക്കാതെ അവരുടെ മനസ്സിൽ നിന്ന് അത് എടുത്ത് ഉറക്കെ പറയുന്നു. അത് തിരിച്ചും മറിച്ചും. അതുപോലെ മാസ്റ്റർ ചോദിക്കുന്നതനുസരിച്ച് ഇത്രാമത്തെ സീരിയൽ നമ്പർ, 10ാമത്തെ സീരിയൽ നമ്പർ എന്താണ് ഒബ്ജക്റ്റ്, അല്ലെങ്കിൽ 15ാമത്തെ എത്രയാണ്, ഏത് സീരിയൽ നമ്പർ ചോദിച്ചാലും കുട്ടികൾ അത് കൃത്യമായിട്ട് പറയുന്നു. അതുപോലെ ഒരു ഒബ്ജക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ അത് എത്രാമത്തെ സീരിയൽ നമ്പറാണെന്ന് കുട്ടികൾ പറയുന്നു. ഇങ്ങനെ ആ ഒബ്ജക്റ്റുകളെ ഓർത്തു വെക്കാനായിട്ട് ആ കുട്ടികളുടെ ആ ഒരു മികവ് നമ്മൾ അമ്പരന്നു പോകും. Second one, pass. Third one, go out. Fourth one, watch. Fifth one, mobile phone. Sixth one, abacus. Seventh one, laptop. Eighth one, television. Ninth one, fan. 10th one, bulb. 11th. കണ്ടില്ലേ കുട്ടികളുടെ മെമ്മറി? അവർ കൃത്യമായിട്ട് തെറ്റിക്കാതെ പറയുന്നത്. ഇത് തിരിച്ചും മറിച്ചും എങ്ങനെ വേണമെങ്കിലും അവർ പറയും കേട്ടോ. ഞാനിതെല്ലാം ഈ വീഡിയോയിൽ ഇവിടെ കാണിക്കുന്നില്ല. നാടിൻ്റെ നാനാഭാഗത്തു നിന്നും ഈ കോൺടെസ്റ്റിൽ പങ്കെടുക്കുന്നതിനായിട്ട് ഏകദേശം 3000-ലധികം കുട്ടികളാണ് ഇവിടെ വന്നു ചേർന്നിരിക്കുന്നത്. അവരിൽ നിന്നും ഷോർട്ട് ലിസ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു 12 കുട്ടികളാണ് ഇപ്പോൾ സ്റ്റേജിൽ നിൽക്കുന്നത്. മാഗ്ന സുരേഷാണ് SMA അബാക്കസിന്റെ സാരഥിയാണ്. മാഡം, എനിക്കറിയേണ്ടത് ഈ SMA അബാക്കസിന് കേരളത്തിൽ മാത്രമാണോ ബ്രാഞ്ചുകൾ, അല്ലെങ്കിൽ ഓൾ ഇന്ത്യ? ഇപ്പം നാഷണൽ കോൺടെസ്റ്റ് എന്ന് കണ്ടതുകൊണ്ട് ചോദിച്ചതാണ്. ഒരുപാട് ബ്രാഞ്ചസ് ഉണ്ട്. ഔട്ട്സൈഡ് ഇന്ത്യ ബ്രാഞ്ചസ് ഉണ്ട്. അറൗണ്ട് ഒരു 800 അബവ് സെന്റേഴ്സ് നമുക്ക് കേരളത്തിന് പുറത്തും ഇന്ത്യക്ക് പുറത്തും ഒക്കെ ആയിട്ടുണ്ട്. നമുക്ക് നാഷണൽ കോൺടെസ്റ്റ് എന്ന് പറയുമ്പോൾ ഇന്ത്യയിലെ സ്റ്റുഡൻസ് ആണ് മെയിൻലി അറ്റൻഡ് ചെയ്യുന്നത്. ഓ ശരി. അപ്പൊ ഇന്ത്യ ഒട്ടുക്കും നിങ്ങൾക്ക് ബ്രാഞ്ചുകളുണ്ട്. അപ്പൊ ഈ വന്നിരിക്കുന്ന കൂടുതൽ സെന്റേഴ്സ് സൗത്ത് സോണിൽ അതിലേറെ കൂടുതലുണ്ട്. നോർത്തിലും നമുക്കുണ്ട്. വെരി ഗുഡ്. അതിനുശേഷം കൂടുതലുള്ളത് നമുക്ക് കേരളത്തിലാണെങ്കിൽ കൂടി ഔട്ട്സൈഡ് ഇന്ത്യ നമുക്ക് അറൗണ്ട് ഒരു 50-60 സെന്റേഴ്സ് ഉണ്ട്. ഓ വെരി ഗുഡ്. അതുകൂടെ നിങ്ങൾ ഓൺലൈൻ ക്ലാസ്സുകൾ അങ്ങനെ എന്തെങ്കിലും കൊടുക്കുന്നുണ്ടോ? ഓൺലൈൻ ക്ലാസ്സുകൾ നമ്മൾ ഒരുപാട് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അത് നമുക്ക് കേരളത്തിന് തന്നെ ഒരുപാട് സെന്റേഴ്സ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. അതിൽ തന്നെയുള്ള ടീച്ചേഴ്സ് നമുക്ക് ഓൺലൈൻ ക്ലാസ്സുകൾ ഔട്ട്സൈഡ് ഇന്ത്യ എടുക്കുന്നുണ്ട്, ഔട്ട്സൈഡ് കേരള എടുക്കുന്നുണ്ട്. ഔട്ട്സൈഡ് കേരള സെന്റർ ഉണ്ടെങ്കിൽ കൂടി നമുക്ക് വരുന്ന കോണ്ടാക്റ്റിൽ ഔട്ട്സൈഡ്, അതായത് അവരുടെ നിയർ ബൈ ടീച്ചേഴ്സിനെ അറിഞ്ഞിട്ട് അവർ കോൺടാക്ട് ചെയ്യുമ്പോൾ ഓൺലൈൻ ക്ലാസ് നമ്മൾ. വെരി ഗുഡ്. അപ്പോൾ ഇന്നിപ്പോൾ ഈ കോൺടെസ്റ്റിൽ പങ്കെടുക്കാനായിട്ട് ഔട്ട്സൈഡ് ഇന്ത്യ അല്ല, നമ്മുടെ ഇന്ത്യയിലെ കേരളത്തിൽ നിന്ന് പുറത്തൊന്നും ആൾക്കാർ വന്നിട്ടുണ്ടോ? അതെ, കുറേ സെന്റർ, ചെന്നൈ, ഹൈദരാബാദ്, ഡൽഹി, പൂനെ, അവിടെയൊക്കെ കുട്ടികൾ വന്നിട്ടുണ്ട്. കുറേ സ്ഥലങ്ങളിൽ നിന്ന് വന്നു. ഓക്കെ. താങ്ക് യു മാഡം. ഹാറ്റ്സ് ഓഫ് ടു യു. ഓക്കെ. This SMA Abacus gives us the immense opportunity for my daughter to think or logically, then do analytical skills and then improve the mathematics, and all about coming from there to learn more things about SMA Abacus and get competitive environment that SMA Abacus Academy is providing here. It's nice to come down the line from Pune to Kerala and get more
enthusiastic environment and the competitive and get more opportunities or the cultural benefits like this. Oh, very good, very good. So it is worth coming from Pune to this place too. It's really worth coming It's from really because worth- it's giving the competitive environment in the math or abacus world. പലതരത്തിലുള്ള ടെസ്റ്റുകളിലൂടെ ഈ 3000 കുട്ടികളിൽ നിന്നും ഷോർട്ട് ലിസ്റ്റ് ചെയ്തെടുക്കുന്ന കുട്ടികളാണ് ഇപ്പോൾ സ്റ്റേജിലുള്ളത്. അത് വലിയൊരു പ്രോസസ്സാണ്. അവർ നേരത്തെ മറ്റ് ക്ലാസ് റൂമുകളിൽ അതിനുള്ള കോൺടെസ്റ്റ് രാവിലെ മുതലേ തന്നെ നടക്കുകയായിരുന്നു. അതിൽ നിന്നും ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന സെലക്ട് ചെയ്യപ്പെട്ടിരിക്കുന്ന 12 കുട്ടികളിൽ നിന്നും വീണ്ടും ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ട് അവരിൽ നിന്നും ഈ 5 പേരെ ആക്കും. പിന്നെ അതിൽ നിന്നാണ് ഇങ്ങനെ ഒരു പ്രോസസ്സിലൂടെയാണ് ഇവർ ഈ നാഷണൽ ചാമ്പ്യനെ തിരഞ്ഞെടുക്കുന്നത്. 47, 24, 78. Very good. അങ്ങനെ 3000-ൽ നിന്ന് 12 പേരെ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് അതിൽ നിന്ന് 5 പേരെ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് അതിൽ നിന്നും 2 പേരെ ഇപ്പോൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് ഇരിക്കുകയാണ്. ഇവരിൽ നിന്നാണ് ഒരാളെ നാഷണൽ ടാലൻറ്റ് കോൺടെസ്റ്റിൽ നാഷണൽ SMA അബാക്കസ് നാഷണൽ ചാമ്പ്യനായിട്ട് തിരഞ്ഞെടുക്കുക. 982, 672, 178, less 247, 338, 647, less 531, 475, less 796, 192. That is അപ്പാ എന്തൊരു സ്പീഡിലാണ് ചോദിക്കുന്നേ. 1910. Oh, both of കോൺടെസ്റ്റ് അവിടെ നടക്കട്ടെ. ഈ വീഡിയോ കാണുന്ന ചിലർക്കെങ്കിലും ഒരു കാര്യം അറിയാനുള്ളൊരു ആഗ്രഹം ഉണ്ടാവും. അതായത് അവരുടെ നാട്ടിൽ ഇത്തരത്തിലുള്ള ഒരു ഫ്രാഞ്ചൈസി, ഇത്തരത്തിലുള്ള SMA അബാക്കസിൻ്റെ ഒരു ഫ്രാഞ്ചൈസി തുടങ്ങണം. അവിടെയുള്ള 4-നും 14-നും വയസ്സിന് ഇടയിലുള്ള കുട്ടികൾക്കൊക്കെ ഇങ്ങനെ കാര്യങ്ങൾ പഠിപ്പിക്കണം എന്നൊരാഗ്രഹം ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് സാധിക്കും. ഈ SMA അബാക്കസിൻ്റെ ഫ്രാഞ്ചൈസി നിങ്ങളുടെ നാട്ടിൽ തുടങ്ങുന്നതിന് വളരെ എളുപ്പമാണ്. ആകെയുള്ള ഒരു ക്രൈറ്റീരിയ എന്ന് പറയുന്നത്, ഏറ്റവും ആദ്യം വേണ്ട ഒരു ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ഒരു ബിരുദധാരി ആയിരിക്കണം. പുരുഷനോ സ്ത്രീയോ, ട്യൂഷൻ എടുക്കുന്ന ടീച്ചർമാർ, സ്കൂളിൽ പഠിപ്പിക്കുന്ന ടീച്ചർമാർ, അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സെൻറ്ററുകൾ, ആർക്ക് വേണമെങ്കിലും ഒരു പാർട്ട് ടൈം ആയിട്ട് ഒരു സെക്കൻഡ് ഇൻകം എന്നതിലുപരി ഒരു സാമൂഹ്യ സേവനം കുട്ടികളെ ഇത് പഠിപ്പിക്കുക വഴി നമുക്ക് കിട്ടുന്ന ഒരു സംതൃപ്തി, ഇതെല്ലാം ആഗ്രഹിക്കുന്നവർക്ക് നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസിന് SMA അബാക്കസിൻ്റെ ഒരു നമ്പർ, കോൺടാക്ട് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നുണ്ട്. അവരെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. പലതരത്തിലുള്ള മെൻ്റൽ, മാത്സ്, ഓറൽ ക്വസ്റ്റ്യൻസ് ഇവരെടുത്ത് ചോദിച്ചിട്ടും ഇവർ രണ്ടുപേരും ഒന്നിനൊന്ന് മെച്ചമായിട്ട് കൃത്യമായിട്ടുള്ള ഉത്തരങ്ങൾ തന്നിരുന്നുകൊണ്ട് ഇവരിൽ നിന്നും ഒരു ചാമ്പ്യനെ തിരഞ്ഞെടുക്കുന്ന ഒരു പ്രോസസ്സ് വളരെ ദുഷ്കരമായിരുന്നു. അങ്ങനെ ഒടുക്കം ഈ 2 പേരെയും നാഷണൽ ചാമ്പ്യൻസായിട്ട് പ്രഖ്യാപിക്കുകയായിരുന്നു. SMA അബാക്കസിന്റെ MD മിസ്റ്റർ സുരേഷ് ബാബു പറഞ്ഞതുപോലെ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഉത്സവം തന്നെയായിരുന്നു. ഒരു ഫെസ്റ്റീവ് ആംബിയൻസ് ആയിരുന്നു ഉടനീളം ഉണ്ടായിരുന്നത്. ഈ മേള ഉദ്ഘാടനം ചെയ്തത് ജസ്റ്റിസ് PS ഗോപിനാഥൻ അവറുകളായിരുന്നു. അതുപോലെ ഇതിന് അധ്യക്ഷത വഹിച്ചത് CBSE സ്കൂൾ മാനേജ്മെൻറ്റ് അസോസിയേഷൻ്റെ പ്രസിഡന്റ് TPM ഇബ്രാഹിം ഖാൻ. അതുപോലെ മുഖ്യാതിഥിയായി എത്തിയത് നമ്മുടെ കൊച്ചി മെട്രോ MD ലോക്നാഥ് ബെഹ്റ സാറായിരുന്നു. ഇവരെയൊക്കെ വിസ്മയിപ്പിക്കുന്ന പ്രകടനങ്ങളാണ് അടുത്ത് നടന്നത്. ഭാവൻസ് ഗിരിനഗറിലെ ഒരു കൊച്ചുമിടുക്കൻ തൻവൈ പ്രഭു നിമിഷ നേരം കൊണ്ട് ക്യൂബിക്സ് പൂർത്തിയാക്കി കയ്യടി നേടി. കേരള ഗവൺമെൻറ്റിൻ്റെ ഉജ്ജ്വല ബാല്യം അവാർഡിന് അർഹനായ ട്രിവാൻഡ്രം പകൽക്കുറി ഗവൺമെൻറ് ഹൈസ്കൂളിലെ വിദ്യുത് വി റാമിൻ്റെ പ്രകടനമായിരുന്നു അടുത്തത്. 600 വർഷത്തെ കലണ്ടറാണ് ഈ മിടുക്കൻ മെമ്മറിയിൽ സൂക്ഷിച്ചിരിക്കുന്നത്. വർഷവും മാസവും തീയതിയും പറഞ്ഞാൽ അത് ഏത് ദിവസമാണെന്ന് നിമിഷാർദ്ധത്തിൽ ഈ മിടുക്കൻ പറയുന്നത് ഏവരെയും വിസ്മയിപ്പിച്ചു. മുഖ്യാതിഥി പറഞ്ഞ ഒരു ഡേറ്റ് മാസ്റ്റർ ബോർഡിൽ എഴുതിയതും നിമിഷ നേരം കൊണ്ട് ഈ ബാലൻ ദിവസം ഏതെന്ന് കൃത്യമായി പറഞ്ഞു. Saturday, sir. Correct. അങ്ങനെ 17ാമത് SMA അബാക്കസ് നാഷണൽ ടാലൻറ്റ് കോൺടെസ്റ്റിലെ വാശിയേറിയ മത്സരത്തിൽ തുല്യ പോയിന്റുകൾ നേടി ചാമ്പ്യൻ പട്ടം പങ്കിട്ട ബഹ്റൈൻ ന്യൂ ഇന്ത്യ സ്കൂളിലെ അഗ്മേയ ആശിഷിനും കോട്ടയം വടവാതൂർ കേന്ദ്രീയ വിദ്യാലയ റബ്ബർ ബോർഡ് സ്കൂളിലെ ഐശ്വര്യ അജിത്തിനും വിശിഷ്ടാതിഥികൾ ട്രോഫികൾ സമ്മാനിച്ചു.
നമ്മളുടെ ഈ എപ്പിസോഡ് ഇവിടെ ഇന്നിപ്പോൾ പൂർണ്ണമാവുകയാണ്. നിങ്ങൾക്ക് ഈ എപ്പിസോഡ് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് അബാക്കസിൻ്റെ ട്രെയിനിങ് കിട്ടിയ കുട്ടികൾക്ക് അവരുടെ വൈദഗ്ധ്യം അതൊക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. 5 അക്ക സംഖ്യകൾ വരെ കൂട്ടാനും കുറയ്ക്കാനും ഗുണിക്കാനും ഹരിക്കാനും ഒക്കെ അതും സെക്കൻഡുകൾ കൊണ്ട് ആ കുട്ടികൾക്ക് സാധിക്കുമെന്നും അതുമാത്രമല്ല കുട്ടികളുടെ നാനാമുഖമായിട്ടുള്ള വളർച്ച, അവരുടെ ഗ്രാസ്പിംഗ് പവർ, അതുപോലെ ലോജിക്കൽ തിങ്കിങ്, ഒബ്സർവേഷൻ സ്കിൽസ് ഇതൊക്കെ ഡെവലപ്പ് ചെയ്യുക വഴി വെറും കണക്കുകൂട്ടലുകൾ മാത്രമല്ല അവർക്ക് മറ്റു വിഷയങ്ങളിൽ വളരെയധികം പെട്ടെന്ന് ക്വിക്കായിട്ട് ഗ്രാസ്പ് ചെയ്ത് അവർക്ക് നല്ല പ്രകടനങ്ങൾ കാഴ്ചവെക്കാൻ പറ്റും. അത്തരത്തിലുള്ള മേഖലകളിലും അവർക്ക് നല്ല ഒരു എന്താ പറയുക വിജയം നേടാനായിട്ട് എളുപ്പത്തിൽ സാധിക്കും എന്ന് എനിക്ക് മനസ്സിലാക്കാനായിട്ട് ഈ സംഘാടകരിൽ നിന്നും അതുപോലെ നമ്മോട് സംസാരിച്ച പല വ്യക്തികൾ നമ്മളെ കഴിഞ്ഞ വീഡിയോയിലൊക്കെ കണ്ടു, അവരിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. ഇനിയും അനേകായിരം കുട്ടികൾക്ക്, ഇപ്പം തന്നെ അവർ ലക്ഷക്കണക്കിന് കുട്ടികൾക്ക് ഈ പരിശീലനം കൊടുത്തു കഴിഞ്ഞു. ഇനിയും അനേകായിരം കുട്ടികൾക്ക്, ലക്ഷക്കണക്കിന് കുട്ടികൾക്ക് ഈ അബാക്കസിൻ്റെ ട്രെയിനിങ് കൊടുക്കുക വഴി ആ കുട്ടികൾക്കൊക്കെ ജീവിതത്തിൽ നല്ല ഒരു വിജയം നേടാനും അതുപോലെ അവർക്കൊരു നല്ലൊരു കൈത്താങ്ങാകുവാനും ഈ SMA അബാക്കസിന് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഈ വീഡിയോ ഒരുപാട് പേർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം, അതുപോലെ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അതുപോലെ ആദ്യമായിട്ട് ചാനൽ ഞങ്ങളുടെ കാണുന്നവർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ മനോഹരമായിട്ടുള്ള മറ്റ് വീഡിയോസുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് വരെ നിങ്ങൾക്ക് ഏവർക്കും വണക്കം.